നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്ലിച്ച് എഫക്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വേറെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് ആഡ് ചെയ്തിട്ട് അതിനൊരു ഗ്രേ കളർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇമേജിന് 3 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒന്ന് ഓൾറെഡി ഉണ്ടാവുമല്ലോ, അപ്പോൾ 2 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഓരോന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആയിട്ട് അയക്കിയാൽ തന്നെ ഒരു ഗ്ലിച്ച് എഫക്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം വൈറ്റ് സോളിഡ് ആഡ് ചെയ്യാം. വൈറ്റ് സോളിഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ഗാലറി പോവുക. വൈറ്റ് സോളിഡ് ആഡ് ചെയ്തതിന് ശേഷം ഫിൽറ്റർ ഗാലറി പോവുക. കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഹാഫ് ടോൺ പാറ്റേൺ കൊടുക്കുക. എന്നിട്ട് ഡോട്ട് മാറ്റിയിട്ട് ലൈൻ എടുക്കുക. ലൈനിൽ സൈസ് 2 ആക്കി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് മാറ്റിയിട്ട് സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക. നമുക്ക് കേഴ്സ് എടുത്തുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ന്യൂ ലെയർ എന്ന ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് ഗെയിൻ എന്ന് പേര് കൊടുത്തിട്ട് ഒപ്പാസിറ്റി മോഡ് ഓവർലേ ആക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റിൽ കൊടുക്കുക. അതിനുശേഷം ആഡ് നോയ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോയ്സ് കൊടുക്കുക. നോയ്സ് ആഡ് ചെയ്യുക. ഇവിടെ 20 ആണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല അത്രയും കൊടുക്കുക. അതിനുശേഷം Ctrl+Shift+Alt+E പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഇമേജിനെ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഓരോന്നും കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.